ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്കൊരിക്കലും ഇഷ്ടപ്പെടത്തില്ല എന്നറിയാം. പക്ഷേ ഞാൻ പറയുന്നത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ മലയാളികളിൽ അല്ലെങ്കിൽ ഇന്ത്യക്കാരിൽ ഒരു 90% ആളുകൾക്കും നല്ല രീതിയിൽ അവർ ട്രോമ ക്യാരി ചെയ്യുന്നവരാണ്. നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മൾ ഒപ്രഷനെ പറ്റി പഠിക്കുന്നു, കാസ്റ്റിസത്തെ പറ്റി പഠിക്കുന്നു, അങ്ങനെ നമ്മളുടെ പാസ്റ്റിലുണ്ടായിട്ടുള്ള കമ്മ്യൂണൽ വയലൻസുകളെ പറ്റി പഠിക്കുന്നു. ഇതെല്ലാം പഠിക്കുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഇതെല്ലാം നമ്മളുടെ DNA-യിലുണ്ട്. നമ്മളുടെ തലമുറയായിട്ട് ഇത് കൈമാറി ഈ ട്രോമ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പറയുന്നത് ഇൻ്റർ ജനറേഷണൽ ട്രോമ എന്നാണ്. നമ്മുടെ പൂർവികർ അല്ലെങ്കിൽ നമ്മുടെ ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസ് അവരുടെ കാലഘട്ടത്തിൽ നമ്മൾ ബ്രിട്ടീഷുകാർക്ക് അടിമകളായിരുന്നു. അന്ന് മുതൽ നമ്മൾ ഒരുപാട് ട്രോമ അനുഭവിച്ചിട്ടുണ്ട്. അന്നത്തെ കാലത്ത് പുരുഷന്മാർ വെളിയിലേക്ക് പോകുന്നു, അവർ ഈ ട്രോമ അനുഭവിച്ചിട്ട് അതിൻ്റെ ആ ട്രോമയുമായിട്ട് അവർ വീട്ടിലേക്ക് വരുമ്പോൾ ആ വീട്ടിലുള്ള സ്ത്രീകളും കുട്ടികളുമാണ് പലപ്പോഴും ആ ട്രോമയ്ക്ക് വിക്റ്റിമായിക്കൊണ്ടിരുന്നത്. പിന്നീട് അവർ ആ ട്രോമ അടുത്ത ജനറേഷന് കൊടുത്തു, അങ്ങനെ നമ്മുടെ ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസിന് കിട്ടി, അവർ നമ്മുടെ ഗ്രാൻഡ് പേരൻസിന് കൊടുത്തു, അവർ പേരൻസിന് കൊടുത്തു. അറിഞ്ഞോ അറിയാതെയോ ആ പേരൻസ് അത് നമ്മൾക്ക് തന്നു. എന്താണ് ഇതിന് പ്രൂഫ് എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ഫേസ്ബുക്കിലേക്ക് കയറി നോക്കിയാൽ മതി. അവിടെ വരുന്ന കമൻറ്റുകളൊന്ന് നോക്കിയാൽ മതി. നമുക്ക് അറിയാത്ത ആളുകൾ അവരെന്തോ ചെയ്യുന്നു, അതിന് നമ്മളുടെ ഫ്രസ്ട്രേഷൻ മൊത്തം ആ കമൻറ്റിൽ കൂടെ അവരോട് പറയുന്നു. ഫേസ്ബുക്കിലും മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും കയറി അറിയാത്തവരെ ചീത്ത പറയുന്നു. എന്തുമാത്രം പ്രശ്നങ്ങളാണ് ഈ ഓൺലൈനിൽ നടക്കുന്നത്. ഈ ഓൺലൈനിൽ നമ്മൾ കാണിച്ചു കൂട്ടുന്നതെല്ലാം നമ്മുടെ ഫ്രസ്ട്രേഷൻ്റെ ഭാഗമാണ്, നമ്മുടെ ട്രോമ റെസ്പോൺസാണ് ഈ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കിവരെ ഒന്നും അറിയത്തില്ല, നമുക്ക് അവരോട് ഒന്നും ഒരു ദേഷ്യവുമില്ല, അവർ നമ്മളുടെ ഒന്നും എടുത്തിട്ടുമില്ല. പക്ഷേ നമ്മളുടെ ഉള്ളിലെ ഫ്രസ്ട്രേഷൻസ്, അൺറിസോൾവ്ഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, അതിൻ്റെ ഒരു വെന്റിലേഷൻ കൂടിയാണ് ഈ കമൻറ്റിൽ കൂടെ നിങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളും ആ ട്രോമ ക്യാരി ചെയ്യുന്നു. ഇത് അടുത്ത ജനറേഷനിലേക്ക് കൊടുക്കണോ വേണ്ടായോ എന്നുള്ളത് നമ്മുടെ ഓപ്ഷനാണ്. ഹീലിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ ചോയ്സ് മാത്രമാണ്. ഹീലിംഗ് ഈസ് പോസിബിൾ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.